हेलो, मैं सेदू हूँ सर. Sir, my father's health is very bad. Sir, he will be finished within 2-3 days, sir. Then I will come, sir. 2-3 days, sir. Okay, sir. Okay. Thank you, sir. Thank you, sir. Okay. Sir. ഓക്കെ സാർ. ആ കണ്ടിപ്പോ 2-3 നാൾക്ക് പാദം ഫിനിഷ് ചെയ്യാൻ. ஆமா நைட்ல கூப்பிடுங்க சார். അല്ല സേതോട്ടാ, നമ്മുടെ ദാമേട്ടനവിടെ? ദാമു രാവിലെ ഓന്റെ കൂട്ടുകാരായിട്ട് പോയിട്ട് 2 മിനിങ്ങാനൊക്കെ ഓൻ വരും. അതാ വരുന്നു. പറഞ്ഞു തീർന്നില്ല. എവിടെയായിരുന്നോ? നാക്കിത്ര നോക്കി പോയതാണേ. മുടി മുറിക്കണ്ടേ? അങ്ങനെ അച്ഛൻ മരിച്ചൊന്നും കിട്ടണ്ടേ? കളിയാക്കൊന്നും വേണ്ട നിങ്ങള്. ആ സമയത്ത് മറ്റേ മുട്ടുമ്പോഴാണ് പോവുക. അല്ല ഇനി പറയാത്തോ. നിക്ക കളിയാക്കളൊക്കെ ആകെ എടങ്ങേറായിരിക്കുന്നു. ആ ബോസ് വിളിച്ചിട്ടാണെങ്കിൽ ഒരു സ്വൈര്യവും തരില്ല. കൂടെ ആരപ്പ പിടിച്ചു കിട്ടിക്കണ എന്റെ ഇവിടെ? അല്ല അങ്ങനെയല്ല, ഇവിടെ ഒരാളൊക്കെ വേണ്ടേ? ഞാനില്ല ഇവിടെ അടുത്ത്. അതൊന്നും പറയണ്ട. തിരുവനന്തപുരം സേലം തമ്മിൽ അത്ര വ്യത്യാസമൊന്നുമില്ല. എവിടെയായിരുന്നോ? മുത്താർക്ക് കഞ്ഞി കൊടുത്തോ? അതിനല്ലേ തന്നെ ഏർപ്പാടാക്കിയത്. പോയി കൊടുക്കോ. നോക്കൂ, ഇതാണ് അച്ഛനെ നോക്കാൻ വന്ന സഹായി. ഇയാൾക്ക് തന്നെ നടക്കാൻ വയ്യ. അതെങ്ങനെ മൂപ്പരല്ലേ ഏർപ്പാടാക്കിയത്? കിട്ടാം ഒരാളെ ഏർപ്പാടാക്കിട്ട്. അത് പോട്ടെ, ഇത് വരും. അച്ഛൻ വിൽപ്പത്രം എഴുതിയിട്ട് നമ്പീശനെ ഏൽപ്പിച്ചു എന്നാ പറഞ്ഞു കേട്ടത്. അത് ഇനി മരിച്ചതിന് ശേഷം പുറത്തേക്ക് കാണിക്കുമെന്നും പറയുന്നുണ്ട്. ഞാനത് കണ്ടിട്ടേ പോകും. ഞാനും കണ്ടിട്ടല്ലേ പോകുള്ളൂ. പിന്നെ ഞാൻ എന്താ പൂരം കാണാൻ വന്നേക്ക? ഞാനും അത് കണ്ടിട്ടേ പോകുള്ളൂ. ജോലി പോയാലും എനിക്ക് കുഴപ്പമില്ല. അതെ, നിങ്ങൾക്ക് ഇവിടെ ഈ കഥാപ്രസംഗം പറഞ്ഞിട്ട് ഇങ്ങനെ കഞ്ഞിന്നാ മതിയോ? ആ നമ്പീസിനോടൊന്ന് സ്ട്രോങ് ആയിട്ട് പറഞ്ഞൂടെ? അതെ, മിണ്ടണ്ട. ഇതിനൊന്നും ഇടപെടാൻ പോകണ്ട. ഞാൻ പറയും. എത്ര ദിവസം എല്ലാം വിട്ടെറിഞ്ഞിട്ട് ഇവിടെ നിൽക്കണു. ഈ ഏടത്തിമ പറയണേലും കാര്യമില്ലേ? ഇതാ വരും നമ്പീശൻ. എന്താ ഇപ്പൊ തന്നെ അവിടെ ചോദിക്കാം. അത് ശരി, എപ്പൊ തന്നെ ചോദിക്കുന്ന. എന്താ എല്ലാരും കൂടി ഒരു കൂടാലോചന? നമ്പീശേട്ടാ, ആ വിൽപ്പത്രം ഞങ്ങൾക്ക് ഇന്ന് കാണണം. അന്ന് അച്ഛൻ മരിക്കണ്ടേ? അതൊന്നും പറഞ്ഞാൽ പറ്റില്ല. ഞങ്ങൾക്ക് ഇന്ന് തന്നെ വിൽപത്രം കാണണം. ക്ഷമക്കില്ലേ അതിര്? മുത്താനെ ഇത്തിരി കഞ്ഞി കുടിക്കാം. ക്ഷീണൊന്നും ആകട്ടെ. ഒഴിനാക്കി മതി. എന്താ മുത്താനെ മക്കളത് എന്നെ ചീത്താണെങ്കിലേ കള്ളു വാങ്ങാച്ചോടാ. കാരണം വേണ്ട. കുടിക്കേ മതിയുടെ പോയിന്നാ മതിക്ക് വേണ്ടടാ. കഞ്ഞൊക്കെ ഉണ്ടായിക്കോ. എനിക്ക് വേണ്ട. ആരാ അഭിഷേട്ടാ, മൂന്നാല് കഞ്ഞി കുടിക്കുന്നില്ലേ? എന്താ കാണിച്ച ഇത്ര ചുടുക്കനെ കഞ്ഞി കൊടുക്കാൻ വിചാരിച്ചേ. മൂന്നാല് കൂട്ടാമില്ല. ഞാൻ നല്ല നോക്കാനിട്ടല്ല കേട്ടോ. പൈസയില് വഴി ഉണ്ടാക്കാം. ഞാൻ കണ്ടുകൊണ്ടേ. എന്താ വല്ലതും കഴിച്ചൂടെ നായരെ? വിളക്കി കഴിക്കാനാ പോവാനായില്ലേ? എന്നാലും കുറച്ചൊക്കെ അതൊക്കെ പോട്ടെ. ഞാൻ പറഞ്ഞുള്ള കാര്യം എന്തായി?
ചെക്കിനെ കിട്ടാൻ കുറച്ച് താമസമുണ്ട്. എന്നാലും അടുത്ത ദിവസം തന്നെ വരും. നേരെയാക്കണം. അദ്ദേഹം വരണം. താനത് ഒന്ന് ഉറപ്പാക്കണം. ആ കാര്യം ഞാൻ ശരിയാക്കിക്കോളാം. ഞാൻ ഇടയ്ക്ക് വന്ന് കണ്ടു കാര്യങ്ങളൊക്കെ നോക്കിക്കോളാം. ഒരു വിഷമവും വിചാരിക്കണ്ട. എന്തൊക്കെയാ പറഞ്ഞോ? ഇത് തീരുമാനം ഉണ്ടാവുമോ? എന്തെങ്കിലും കഴിഞ്ഞിട്ട് വേണമെങ്കിൽ പോകട്ടെ. അതേനെ കാപ്പോടാമാരൊക്കെ എവിടെയും ഉണ്ടോ? നമുക്കോ പതുക്കെ തലോടെ ഞാൻ ഞെട്ടിക്കൊണ്ടേ. സിദ്ധിയായില്ലേ? പോയിന്നാ മതി. ഈ പോയിക്കോ പൊക്കോ പൊക്കോ. വായിലടച്ച ചാരിക്കോ. ഇരിക്കൂ ഇരിക്കൂ. എന്താ ഇവിടെ കറക്കണ്ട. കഥ പോകണ ഞങ്ങൾ എന്താ വേണ്ട വേണ്ട. ഓ എന്തായി? വിശദമായിട്ടൊക്കെ നോക്കിയിട്ട് ചെയ്യാണ്ട് അത് ബാക്കിയൊക്കെ ഞാൻ ഇതുവരെ പറഞ്ഞ ഏൽപ്പിക്കാം. ഓ മതി മതി. അതൊക്കെ ഞാൻ നോക്കിക്കോളാം. ഒരു പേടി മേടിക്കണ്ട. ഞാൻ ഇവിടെ ഉണ്ട് എല്ലാ കാര്യത്തിലും. നന്നായിരിക്കട്ടെ. ഈശ്വര. അതെ കഴിഞ്ഞൂന്ന് കേട്ടത് എന്ന് പറഞ്ഞേ. ഒന്നങ്ങനെ ആക്കി കൊടുക്കാൻ. ഓ ഓ അങ്ങനെ ഗുരുവായൂരപ്പാ ഗുരുവായൂരപ്പാ. പൊട്ടണ്ടല്ലാതെ ദേശത്ത് കഞ്ഞിട്ടല്ലേ ഇരിക്കണോ? നമ്പൂരി
എന്താ കാര്യം? പത്രമായി വായിക്കണം. നിങ്ങളുടെ അച്ഛനല്ലേ അവിടെ കിടക്കുന്നത്? ദഹിപ്പിക്കാതെ കഴിയുന്നു വേണ്ടേ? എന്നിട്ട് പറയാം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ആലോചിക്കല്. എന്ത് മക്കളായി മക്കള്? ഉണ്ണിച്ചേട്ടാ നിങ്ങൾക്ക് ആ വിൽപത്രം വായിക്കില്ലേ? വിൽപത്രം വായിച്ചിട്ട് ഒരു കാര്യമില്ല. കാരണം എന്താന്ന് വെച്ചാലേ ജ്യോത്സ്യം പറഞ്ഞ പ്രകാരം അച്ഛന്റെ അടുത്ത ജന്മം ഇദ്ദേഹത്തിന്റെ മകനായിട്ടാണ് ജനിക്കുക. അങ്ങനെ അത്ര പറയണത്. അത് കാരണം കൊണ്ട് ആ സ്വത്ത് മുഴുവൻ ഇദ്ദേഹത്തിന്റെ മകന്റെ പേർക്കാണ് എഴുതി വെച്ചത്. അതെന്താ അങ്ങനെ? അതെന്താന്ന് വെച്ചാല് അങ്ങനെയാണ്. അത് നിങ്ങൾ ജ്യോത്സ്യനോട് ചോദിച്ചോളൂ. എന്താ അത്? എന്നാ പിന്നെ ജ്യോത്സ്യനുണ്ടായിക്കോട്ടെ കർമ്മങ്ങളൊക്കെ. മക്കള് കർമ്മം ചെയ്താലല്ലേ അടുത്ത ജന്മത്തിൽ ജനിക്കുള്ളൂ. അവിടെ കിടക്കട്ടെ തന്ന. ഇങ്ങനെ ഒരു തന്ത.